എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് വിചിന്തനം ചെയ്യുന്നത് വിഷു ഫലത്തെക്കുറിച്ചാണ്. 2025 ഏപ്രിൽ മാസം 14-ാം തീയതിയാണ് ഈ വർഷത്തെ വിഷു ആയിട്ട് ആഘോഷിക്കുന്നത്. അതായത് കൊല്ലവർഷം 1200-ാം ആണ്ട് മേടമാസം 1-ാം തീയതി. അങ്ങനെ നോക്കുമ്പോൾ മേടം രാശിക്കാരായിരിക്കുന്ന അശ്വതി, ഭരണി, കാർത്തികയുടെ ആദ്യത്തെ പാദമടങ്ങുന്ന നക്ഷത്രക്കാർക്ക് ഈ പ്രാവശ്യത്തെ വിഷുഫലം എന്തായിരിക്കും, അതാണ് വിചിന്തനം ചെയ്യുന്നത്. ഈ നക്ഷത്രക്കാർക്ക് വിഷുഫലം എന്ന് പറയുമ്പോൾ അത് മേടം രാശിയിലേക്ക് വിഷു സംക്രമിക്കുന്ന അല്ലെങ്കിൽ ആദിത്യൻ ചേഞ്ച് ആകുമ്പോൾ ഉണ്ടാകുന്ന അപ്പോഴത്തെ ആ ഗ്രഹങ്ങളുടെ സ്ഥിതി മാത്രം വെച്ചുകൊണ്ട് പറയുന്ന ഒരു ഫലമാണ്. ഈ ഫലം ഒരു വർഷം നിലനിൽക്കുകയും ചെയ്യും. മറ്റ് ജാതക ദോഷങ്ങളോ മറ്റ് ഏഴരശനിയോ കണ്ടകശനിയോ വ്യാഴത്തിൻ്റെ ദോഷമോ ഒന്നും ഈ പ്രവചനത്തെ ബാധിക്കുകയില്ല. ഇന്ന് പറയുന്ന കാര്യങ്ങൾ അത് വിഷുഫലത്തെ ആശ്രയിച്ചുള്ളതാകയാൽ അത് അനുഭവത്തിൽ വന്നു ചേരുന്നതാണ് ഒരു വർഷത്തിനകം. അതായത് അശ്വതി, ഭരണി, കാർത്തികയുടെ ആദ്യത്തെ പാദം അടങ്ങുന്ന നക്ഷത്രക്കാർക്ക് ഈ ഒരു വർഷത്തിനകം പല വിധത്തിലും അഭിവൃദ്ധികൾ വന്നു ചേരുവാനുള്ള യോഗമാണ് കാണുന്നത്. അതായത് വിദ്യാർത്ഥികളായിരിക്കുന്നവർക്ക് വിജയങ്ങൾ വന്നു ചേരും. പല രീതിയിലും വിദ്യാഭ്യാസ രംഗത്ത് ഉന്നത വിജയം കരസ്ഥമാക്കുന്നതിനും ബഹുമതികൾ കിട്ടുന്നതിനും ഒക്കെ യോഗമുണ്ട്. അതായത് വിദ്യാഭ്യാസം പൂർത്തിയായി എന്ന് വിചാരിച്ച് കുറച്ച് നാൾ ജോലിയൊക്കെ ചെയ്ത് കഴിഞ്ഞ് വീണ്ടും ചില റിസർച്ചുകളൊക്കെ നടത്തുന്നവർക്ക് അത്യപൂർവമായ ചില കണ്ടുപിടുത്തങ്ങൾ നടത്തുവാൻ ഇപ്പോൾ അങ്ങനെയുള്ള പരീക്ഷണങ്ങളിൽ ഗവേഷണങ്ങളിൽ ഒക്കെ ഇരിക്കുന്നവർക്ക് ആ ഗവേഷണത്തിൽ വിജയം കണ്ടെത്തി ഒരു ബഹുമതി സർക്കാരിൽ നിന്നോ അതുമല്ല ഏതെങ്കിലും തരത്തിൽ അംഗീകൃത കമ്പനികളിൽ നിന്നോ ഏജൻസികളിൽ നിന്നോ ഒക്കെ ചില അംഗീകാരങ്ങളോ ബഹുമതികളും ഒക്കെ കിട്ടുന്നതിനുള്ള യോഗം ഈ മേടം രാശിക്കാർക്ക് വിഷുഫലം കൊണ്ട് ഉണ്ടായി വന്നു ചേരും. അതുപോലെ തന്നെയാണ് തൊഴിൽ വിജയങ്ങൾ. വലിയ വിദ്യാഭ്യാസമൊന്നും ഇല്ല എങ്കിലും പ്രവർത്തനത്തിൻ്റെ കാര്യക്ഷമത കൊണ്ട് പ്രൈവറ്റ് മേഖലകളിലായാലും അതുമല്ല ഗവൺമെൻറ് മേഖലകളിലായാലും ഒക്കെ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നവർക്ക് ഒരു സ്ഥാനമാനങ്ങൾ വന്നു ചേരുവാൻ യോഗമുണ്ട്. പുതിയതായിട്ട് ഒരു പുതിയ സംരംഭം ആരംഭിച്ച് പ്രവർത്തിച്ച് ആ സ്ഥാപനത്തെ ഉയർത്തിക്കൊണ്ടുവന്ന് സാമ്പത്തിക അഭിവൃദ്ധി ഉണ്ടാകുവാൻ ഈ രാശിക്കാർക്ക് യോഗം. ആരോഗ്യം പൊതുവെ തൃപ്തികരമായിരിക്കും. ജനസമൂഹത്തിൽ ഇറങ്ങി പ്രവർത്തിക്കുന്ന സാമൂഹിക സന്നദ്ധ സംഘടനകളിലും രാഷ്ട്രീയ രംഗത്തുമൊക്കെ പ്രവർത്തിക്കുന്നവർക്ക് ബഹുമതികൾ കിട്ടുന്നതിനും അതുപോലെ തന്നെ നേതൃസ്ഥാനം കൈവന്നു ചേരുന്നതിനും സ്ഥാനമാനങ്ങൾ വന്നു ചേരുന്നതിനും ജനങ്ങളുടെ അംഗീകാരം, ജനങ്ങളുടെ മനസ്സിൽ സ്ഥാനം പിടിക്കത്തക്ക രീതിയിൽ പ്രവർത്തനം കാഴ്ചവെക്കുവാനും ജനോപകാരപ്രദമായ ഭരണപരിഷ്കാരങ്ങൾ കൊണ്ടുവരുവാനും ഒക്കെ ഉയർന്ന സ്ഥാനമാനങ്ങളിൽ ഇരിക്കുന്നവർക്കും സാധിക്കുന്ന ഒരു വർഷം. വിശേഷ വസ്ത്രങ്ങളും ആഭരണങ്ങളും വന്നു ചേരുവാൻ യോഗമുണ്ട്. സ്ത്രീകളായാലും പുരുഷന്മാരായാലും ആഭരണാദി വസ്ത്രലാഭം, സൽക്കാരങ്ങളിൽ പങ്കാളികളാകുന്നതിനും പുണ്യസ്ഥലങ്ങൾ സന്ദർശിക്കുന്നതിനും അതുപോലെ തന്നെ മംഗളകാര്യങ്ങളിൽ പങ്കെടുക്കുന്നതിനുമൊക്കെ യോഗമുള്ള ഒരു വർഷം. കലാകാരന്മാരായിരിക്കുന്നവർക്കും കലാകാരികളായിരിക്കുന്നവർക്കും
അഭിവൃദ്ധിയുടെയും ഐശ്വര്യത്തിൻ്റെയും വിജയത്തിൻ്റെയും വർഷം. അങ്ങനെ നോക്കുമ്പോൾ പൊതുവെ വാഹന സംബന്ധമായിട്ടും ഒക്കെ വളരെ അഭിവൃദ്ധികളാണ് വന്നു ചേരുന്നത്. ഗൃഹസംബന്ധമായിട്ടും ചില അഭിവൃദ്ധികൾ വന്നു ചേരും. ഉള്ള ഗൃഹം പുതുക്കി പണിയുന്നതിനോ പുതിയ ഗൃഹം വന്നു ചേരുന്നതിനോ ഒക്കെ യോഗം. കാർഷിക മേഖലയിൽ ജോലി ചെയ്യുന്നവർക്ക് ചില നഷ്ടങ്ങളൊക്കെ ഉണ്ടാകാം. അതായത് വിളകളൊക്കെ ധാരാളം വർദ്ധിക്കുക വഴി ഉദ്ദേശിച്ച രീതിയിൽ വിളകൾക്ക് വില കിട്ടിയില്ല എന്നുള്ള ഒരു മനസ്സിന് ഒരു ബുദ്ധിമുട്ട് ഉണ്ടാകുവാനൊക്കെ സൂചനയുണ്ട്. എങ്കിലും കൃഷി നഷ്ടം ഉണ്ടാകുകയില്ല എന്നാണ് സൂചിപ്പിക്കുന്നത്. മറ്റ് തീരദേശത്ത് മത്സ്യബന്ധനമോ വ്യാപാരമോ വിപണനമോ ഒക്കെ ആയി ബന്ധപ്പെട്ട ജോലികൾ ചെയ്യുന്നവർക്കും അഭിവൃദ്ധികരമാണ്. മറ്റൊരു പ്രധാന കാരണം ഷെയർ മാർക്കറ്റിംഗ് പോലെയുള്ള കാര്യങ്ങൾ ചെയ്യുന്നവർ, ഊഹാപോഹ കച്ചവടങ്ങൾ, ബിസിനസ്, അതായത് ബ്രോക്കറിംഗ് കാര്യങ്ങളൊക്കെ ചെയ്യുന്നവർക്കും അഭിവൃദ്ധിയുടെയും ഐശ്വര്യത്തിൻ്റെയും വർഷം. ദമ്പതികളായിട്ടുള്ളവർക്കും പൊതുവെ ഐശ്വര്യപൂർണമായ കാലം. ദാമ്പത്യ ഭാവത്തിലേക്ക് അധിക ദോഷങ്ങളൊന്നും കാണിക്കുന്നില്ല. പരസ്പരം വിശ്വാസവും സ്നേഹവും വർദ്ധിക്കുന്നതിനും സന്തോഷകരമായ കുടുംബജീവിതം നയിക്കുന്നതിനും ഒക്കെ വളരെ ഈശ്വരാനുഗ്രഹമുള്ള വർഷം. എന്നിരുന്നാലും സംസാരമൊക്കെ വളരെ ശ്രദ്ധിക്കണം. അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാതെ ശ്രദ്ധിക്കുക. അപ്രതീക്ഷിതമായ ധന ആഗമന യോഗമുണ്ട്. വന്നു ചേരുന്ന ധനം വേണ്ട രീതിയിൽ വിനിയോഗിക്കുവാൻ വളരെ ജാഗ്രത വേണ്ട ഒരു വർഷം. അസമയത്തെ യാത്രകൾ കഴിവതും ഒഴിവാക്കുക. ജലയാത്രകളും ഒഴിവാക്കുക. സ്ഫോടക വസ്തുക്കൾ കൈകാര്യം ചെയ്യുന്നവരും അതീവ ശ്രദ്ധയും ജാഗ്രതയുമൊക്കെ ആവശ്യമായിരിക്കുന്ന ഒരു കാലമാണ്. സാഹിത്യകാരന്മാർക്കും അതുപോലെ തന്നെ സംഗീതജ്ഞന്മാർക്കും സംഗീതം കൈകാര്യം ചെയ്യുന്നവർ, ഇൻസ്ട്രുമെൻറ്റേഷൻ വിഭാഗത്തിൽ ഒക്കെ കൈകാര്യം ചെയ്യുന്നവർക്ക് അഭിവൃദ്ധിയുടെ ഒരു കാലമാണ്. കലയ്ക്കും സാഹിത്യത്തിനും ഒക്കെ ഈ രാശിക്കാർക്ക് പുരോഗതികൾ വന്നു ചേരുക തന്നെ ചെയ്യും. ഏറ്റവും പ്രധാനമായിട്ട് അവരൊരാൾ കഴിയാവുന്ന രീതിയിൽ ഈശ്വര വിശ്വാസവും പ്രാർത്ഥനയും ഒക്കെ ചെയ്യുകയും പ്രവർത്തന രംഗത്ത് കർമ്മോത്സുകമായിട്ട് നിൽക്കുകയും വേണം. ഞാൻ ഹരികുമാർ, ദേവി ജ്യോതിഷാലയം, കാവുംപടി, മണർകാട്, കോട്ടയം. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും ചെയ്ത് എന്നെ പ്രോത്സാഹിപ്പിക്കണം എന്നുകൂടി അഭ്യർത്ഥിക്കുന്നു. അതുപോലെ തന്നെ ജ്യോതിഷ കാര്യങ്ങൾക്ക് നേരിട്ട് വരികയോ ഫോൺ വിളിച്ച് ചോദിക്കുന്നതിന് അവസരമുണ്ടായി എല്ലാവർക്കും നന്മ വരുവാനായിട്ട്